മനുഷ്യ വിസർജ്യത്തിൻ്റെ പോലും മതം തിരയുന്ന മതരാഷ്ട്രീയത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ഈ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെപ്പോലുള്ള വർഗീയ പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഫലത്തിൽ ശ്രമിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ്. രാജ്യത്ത് തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടനയിൽ പോലും ഇന്ത്യയിൽ തങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക സംസ്ഥാപനമാണെന്ന് പച്ചയായിട്ട് കൊത്തിവെച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മൺമറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഭാരതത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന അബ്ദുൽ കലാം ആസാദ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ സ്ഥാപക നേതാവായ അബുൽ അല മൗദൂദിയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം വിളിച്ചതെന്താണ്? തീവ്രവാദത്തിൻ്റെ ഉസ്താദ് എന്നാണ്. ഇന്ന് രാജ്യം നേരിടുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വിത്ത് വിതച്ചതുപോലും ഇത്തരത്തിലുള്ള പൈശാചിക സംഘടനകളാണ്. വർത്തമാന ഭാരതത്തിൻ്റെ വികസനത്തിന് നേരിയ രീതിയിലെങ്കിലും ഭംഗം വരുത്തുന്നതിൽ ഇത്തരം മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പങ്ക് ചെറുതല്ല. അത്തരം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കി രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനവും എല്ലാം തകർത്ത് കേവലം അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഭാരതത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ വേരറക്കുന്ന സമീപനം ഇടത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നാടിൻ്റെ വികസനം എവിടെയാണ്? അതൊക്കെ ഗ്രാമങ്ങളിലാണ്. ഇത് തിരിച്ചറിഞ്ഞ് സുശക്തമായ വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് നവഭാരതം പ്രോജ്വലമാക്കാൻ പ്രസ്തുത തെരഞ്ഞെടുപ്പിനെ മാറ്റി തീർക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ജയ് ഭാരത്, ജയ് BJP.